എന്നാൽ സ്ഥലത്തെത്തിയ പോലീസിന് ഈ കുറുവാ സംഘം വന്നത്, ഈ കൊള്ളസംഘം വന്നതായിട്ടുള്ള യാതൊരു തെളിവും വീട്ടിൽ നിന്ന് ലഭിച്ചില്ല. ഡോക്ടർ ഉൾപ്പെടെ അടക്കിയ പരിശോധനയിൽ അങ്ങനെ ഒരു സംഘമൊന്നും ഈ വീട്ടിൽ കയറിയിട്ടില്ലെന്നും ഇവിടെ ഒരു മോഷണം നടത്തുന്നെന്നും മനസ്സിലായി. എന്നാൽ ഇതിൻ്റെ കഥ മറിച്ചായിരുന്നു. നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു. അതായത് വ്യാജ കുറുവാ സംഘങ്ങളെക്കുറിച്ചുള്ള വ്യാപകമായ വിഷ്വൽസൊക്കെ പ്രചരിപ്പിക്കുന്നതിനെക്കുറിച്ചും ഈ കുറുവാ സംഘങ്ങളൊക്കെ തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും സജീവമാണെന്നുള്ള വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നതിനെക്കുറിച്ചുമായിരുന്നു ഞങ്ങൾ വാർത്ത ചെയ്തത്. അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ കള്ളന്മാരെ പിടിക്കുന്ന വിഷ്വലൊക്കെ കാണിച്ചതിന് ശേഷം ഇത് കുറുവാ സംഘമാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ പരിഭ്രാന്തരാക്കുന്ന ഒരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞിരുന്നു. അതേപോലൊരു സംഭവം വർക്കല സ്റ്റേഷനിൽ നടന്നു. അതായത് ഒരു അമ്മയെ കെട്ടിയിട്ട് മർദ്ദിച്ച ശേഷം അവിടെ നിന്നും സ്വർണവും പണവും കടന്നെന്നായിരുന്നു മകൻ്റെ പരാതി. എന്നാൽ മണിക്കൂറുകൾക്കകം ഈ പരാതി കിട്ടി, മണിക്കൂറുകൾക്കകം തെളിയിച്ചു ഇതൊരു വ്യാജ പരാതിയായിരുന്നുവെന്നും ഈ മകനും അമ്മയും ചേർന്നൊരുക്കിയ നാടകമായിരുന്നുവെന്നും വർക്കല പോലീസ് തെളിയിച്ചു. വർക്കല സ്വദേശിയായ ശ്രീനിവാസനും അതുപോലെ തന്നെ സുമതിയുടെ മകനാണ് ശ്രീനിവാസൻ. ഈ സുമതിയെയാണ് കെട്ടിയിട്ട് മർദ്ദിച്ച ശേഷം ഈ സ്വർണവും പണവും കവർന്നെന്നായിരുന്നു പരാതി. എന്നാൽ ഇതിൻ്റെ കഥ മറിച്ചായിരുന്നു. ശ്രീനിവാസൻ്റെ ഭാര്യയുടെ സ്വർണവും പണവും ഭാര്യയുടെ തന്നെ ഒരു ബന്ധുവിൻ്റെ വിവാഹാവശ്യത്തിന് നൽകണമെന്ന് ശ്രീനിവാസൻ്റെ ഭാര്യ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ കാര്യത്തോട് ശ്രീനിവാസനും സുമതിക്കും യോജിപ്പില്ലായിരുന്നു. തുടർന്ന് ശ്രീനിവാസനും അമ്മയായ സുമതിയും ചേർന്നൊരുക്കിയ നാടകമായിരുന്നു ഈ ഒരു കുറുവാ സംഘത്തിൻ്റെ കഥ. ശ്രീനിവാസൻ അമ്മയെ കെട്ടിയിട്ട ശേഷം പോലീസിനെ വിവരം അറിയിക്കുകയും വീട്ടിൽ മോഷണം നടന്നെന്നും കുറുവാ സംഘം വീട്ടിലെത്തിയെന്നും അമ്മയെ മർദ്ദിച്ചെന്നും ഈ പറയുന്ന സ്വർണവും പണവും കവർന്നെന്നുമായിരുന്നു ശ്രീനിവാസൻ പരാതി കൊടുത്തത്. എന്നാൽ സ്ഥലത്തെത്തിയ പോലീസിന് ഈ കുറുവാ സംഘം വന്നത്, ഈ കൊള്ളസംഘം വന്നതായിട്ടുള്ള യാതൊരു തെളിവും വീട്ടിൽ നിന്ന് ലഭിച്ചില്ല. ഡോക്ടർ ഉൾപ്പെടെ അടക്കിയ പരിശോധനയിൽ അങ്ങനെ ഒരു സംഘമൊന്നും ഈ വീട്ടിൽ കയറിയിട്ടില്ലെന്നും ഇവിടെ ഒരു മോഷണം നടത്തുന്നെന്നും മനസ്സിലായി. തുടർന്ന് അമ്മയെയും മകനെയും ചോദ്യം ചെയ്യുന്നതിൽ നിന്നാണ് ഇതൊരു നാടകമായിരുന്നുവെന്നും ഇതൊരു വ്യാജ പരാതിയായിരുന്നുവെന്നും തെളിഞ്ഞത്. കേരള പോലീസിൻ്റെ കിരീടത്തിലൊരു പൊൻതൂവൽ കൂട്ടിച്ചേർത്ത ഒരു കേസായിരുന്നു ഈ വ്യാജ കുറുവാ കേസ്. ഒരുപക്ഷെ ഞങ്ങൾ തൊട്ട് മുമ്പേ നേരത്തെ പറഞ്ഞ പോലെ വാർത്ത ചെയ്തിരുന്നു. ഇങ്ങനെ ഒരുപാട് വ്യാജ വീഡിയോസൊക്കെ വരുന്നുണ്ട്, കുറുവാ സംഘത്തിൻ്റെ പിന്നെ ഒരുപാട് വ്യാജ വീഡിയോസൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു നമ്മൾ വാർത്ത തൊട്ട് പിന്നാലെ ഇങ്ങനെ വ്യാജ കുറുവാ കേസ് വന്നു. അത് അതിസമർത്ഥമായി തെളിയിച്ച നമ്മുടെ പ്രവീൺ സാർ, SHO വർക്കല SHO പ്രവീൺ സാർ ഇപ്പോൾ വിസ്മയനസ്വരം ചേരുകയാണ്. സാർ, എങ്ങനെയാണ് സാർ ഇങ്ങനെ ഒരു സംശയം വന്നത് വ്യാജ കേസാണെന്നൊരു സംശയം? സാർ, ഒരു പരാതി തന്നു. പരാതി അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ പോയി കാര്യങ്ങൾ ചോദിച്ചതിൽ ആറ്റിങ്ങൽ DSP മഞ്ജുലാൽ സാർ ഉണ്ടായിരുന്നു. അപ്പം കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പം ഒരു സംശയം DSP സാറിന് തോന്നി, അതിനെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ ബാക്കി കാര്യങ്ങൾ ചോദിച്ചപ്പം അത് കളവായി മൊഴി തന്നെയാണെന്ന് മനസ്സിലായി, കളവായി പറഞ്ഞതെന്ന് മനസ്സിലായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് കളവാണെന്ന് നമുക്ക് മനസ്സിലാക്കിയത്. സ്വന്തം ഭാര്യയുടെ ബന്ധുവിന് വിവാഹാവശ്യത്തിന് വേണ്ടി ഈ സ്വർണവും പണവും കൊടുക്കാനുള്ള വിസമ്മതം മൂലം ഇങ്ങനെ ഒരു നാടകം നടത്തിയതിനും അതുപോലെ തന്നെ ഈ പറയുന്ന കള്ള സാക്ഷിമൊഴി കൊടുത്ത് പോലീസിനെയും ജനങ്ങളെയും വഴിതെറ്റിച്ചതിനും ഇരുവർക്കുമെതിരെയും വർക്കല പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇസ്മായിലിന് വേണ്ടി ക്യാമറമാൻ റജിനൊപ്പം ശ്രീത്ത് മാരാർ സൈനിങ് ഓഫ്.